അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ചലച്ചിത്ര മേഖലയിൽ നടക്കുന്ന സ്ത്രീ ചൂഷണത്തിൻ്റെ ചർച്ചകളാണ് ഇന്ന് സമൂഹാന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്നത്. സകലവിധ മീഡിയകളും പൊതുജനങ്ങളും വിവിധ തലങ്ങളിലുള്ള ആളുകളുമൊക്കെ ഇന്ന് യാതൊരു ഭേദവുമില്ലാതെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയമാണ്. ഇതിനെ വളരെ അധാർമികമായി കാണുന്ന എല്ലാവരും അതുപോലെ എടുത്തുന്നയിക്കുന്നൊരു ഭാഗം സ്ത്രീ നഗ്നത ചൂഷണം ചെയ്യുന്ന മനോഭാവത്തെയാണ്. സ്ത്രീ ശരീരത്തെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ എല്ലാ മേഖലയിലും ഇത് ഏറെക്കുറെ ഉണ്ടെങ്കിലും ഇത് വളരെ ആഴത്തിൽ സ്വാധീനിച്ചൊരു മേഖലയാണ് നമ്മളുടെ കലാ മേഖല എന്നറിയപ്പെടുന്ന സിനിമ രംഗം. നഗ്നതാ പ്രദർശനം അവിടെ ഒരു കലയാണ്. ചുംബനം മറ്റൊരു കലയാണ്. ആലിംഗനവും സഹശയനവും തുടങ്ങി അതുപോലെയുള്ള ദമ്പതികൾക്കിടയിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ, സ്വകാര്യമായി നടക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ പരസ്യമായിട്ട് കല എന്ന പേരിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം. അതാണ് ഈ രംഗത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് താനും. ഇവിടെ ഇപ്പോൾ നമ്മൾ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് സ്ത്രീയെ ചൂഷണം ചെയ്യുന്നു, സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ ആലോചനയിലേക്ക് കടന്നു വരുന്നൊരു സംഗതി, ഈ സിനിമാ രംഗം പോലെയുള്ള കലയുടെ പേരിൽ കാണിക്കുന്ന ഈ ഏർപ്പാടുകളൊക്കെ നടക്കുന്നൊരു മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ല. അല്ലാത്തിടത്ത് പോലും ഭാഗികമായോ ഏറെക്കുറെ അളവിലോ ഒക്കെ ഇത് നടക്കും. ആണും പെണ്ണും സ്വകാര്യമായിട്ട് ഒറ്റയ്ക്കിരുന്ന് നിൽക്കുന്ന മേഖലയിലൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതിന് കലയുടെ ഒരു ആനുകൂല്യം നിലനിൽക്കുമ്പോൾ കൂടുതൽ അതിന് സാധ്യതകൾ ഉണ്ട് എന്ന് മാത്രം. അതാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത്. അത് എത്രത്തോളം അനുവദനീയം, എത്രത്തോളം അനുവദനീയമല്ല എന്നത് നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിനെ മൊത്തത്തിൽ വിമർശിക്കുന്ന ആളുകൾ, പുറത്ത് നിന്ന് വിമർശിക്കുന്ന ആളുകളുണ്ട്, അകത്ത് നിന്ന് തന്നെ ഇസ്ലാം നല്ല മതമാണ്, എന്നാലും സ്ത്രീകളോടുള്ള സമീപനം ശരിയല്ല എന്ന് പല വിഷയങ്ങളിലും സ്ത്രീകളെ പ്രതിക്കൂട്ടിൽ, ഇസ്ലാമിൻ്റെ സ്ത്രീകളെ പ്രതിക്കൂട്ടിൽ നിർത്തി അതിനെ കല്ലെറിയുന്ന ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിന്ന് പരാമർശിക്കുന്നത്. അത് സ്ത്രീകളുടെ വേഷവും അച്ചടക്കവുമൊക്കെയായി ബന്ധപ്പെട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ചില നിലപാടുകളാണ്. പല മേഖലകളുണ്ട്. ഈ സ്ത്രീകളുടെ അച്ചടക്കം പ്രധാനമായിട്ട് മതം കാണുന്നുണ്ട്. പുരുഷന്മാരെ പോലെ തന്നെ വളരെ സ്വതന്ത്ര വിഹാരം സ്ത്രീകൾക്ക് അനുവദിക്കുന്നില്ല ഇസ്ലാം. ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന്, സ്ത്രീ അവരുടെ ജൈവികമായ സ്വഭാവത്തിൽ തന്നെ പുരുഷൻ്റെ കയ്യേറ്റങ്ങൾക്ക് വിധേയയാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. പുരുഷൻ ജൈവികമായി തന്നെ കയ്യേറുന്ന പ്രകൃതിയുമാണുള്ളത്. തിരിച്ചുള്ള അനുഭവങ്ങളില്ല. ജന്തുലോകത്തും പക്ഷിലോകത്തും ഒക്കെ അങ്ങനെയാണ്. പുരുഷൻ സ്ത്രീയെ കയ്യേറുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയുള്ളത് കൊണ്ട് പുരുഷന് കർശനമായ വിലക്കുകൾ, നിയമങ്ങൾ വെക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ചർച്ച സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകൾക്ക് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും പരിധികളും ഒക്കെ ഇസ്ലാം നിർണ്ണയിക്കുന്നുണ്ട്. അതിലൊന്ന് അവളുടെ വസ്ത്രവും വേഷവിധാനവും തന്നെയാണ്. വസ്ത്രവും വേഷവിധാനവും എന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, പ്രത്യക്ഷമായൊരു ഭാഗം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പല നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ഈ ഖുർആൻ്റെ ഒരു പ്രയോഗം നോക്കുക, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും വരീഷൻ
വലിബാസു തഖ്വ ദാലിക ഖൈറുൻ ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലഹും യതദക്കറൂൻ. വിശുദ്ധ ഖുർആൻ 7-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ സൂക്തം. ഈ സൂക്തത്തിൻ്റെ ആശയം ഇതാണ്: മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്നത മറക്കാവുന്ന വസ്ത്രം അള്ളാഹു നൽകിയിട്ടുണ്ട്. വരീശൻ, രീശ് എന്ന് പറഞ്ഞാൽ തൂവൽ, വർണ്ണഭംഗിയുള്ള വസ്ത്രം ധരിക്കാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ആവാം. നഗ്നത മറക്കൽ മനുഷ്യൻ എന്നതിലേക്ക് ആവശ്യമാണ്, മൃഗമല്ലാത്തത് കൊണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത് പറയുന്നത് വലിബാസു തഖ്വ ദാലിക ഖൈറുൻ. എന്നാൽ ആന്തരികമായി മനസ്സിൻ്റെ ഭക്തി കൊണ്ടുള്ളൊരു വസ്ത്രം ധരിക്കണം ആദ്യം. അതാണ് ഉത്തമമായ വസ്ത്രം. അതാണ് ഉത്തമമായ വസ്ത്രം എന്ന് പറയുന്നു. ഇവിടെ വസ്ത്രങ്ങളുടെ 2 രീതികൾ പറഞ്ഞു. ഒന്ന്, ബാഹ്യമായ ശരീരം ഭംഗി കൂട്ടാനും നഗ്നതയും സ്വകാര്യതയും ഒക്കെ മറക്കാനുള്ള ബാഹ്യമായ വസ്ത്രവും. രണ്ടാമത്, ആന്തരികമായി മനസ്സിൽ അണിയേണ്ട ഒരു വസ്ത്രമുണ്ട്. നഗ്നതയെപ്പറ്റിയുള്ള ബോധം, ലജ്ജാശീലം, ഇതൊക്കെ മനുഷ്യനാവശ്യമാണ്, ആണിനും പെണ്ണിനുമൊക്കെ ആവശ്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ പരാമർശിക്കുന്ന ഇപ്പോഴത്തെ വിഷയം എന്ന നിലയ്ക്ക് സ്ത്രീ നഗ്നത ഇതിലേറെ പ്രധാനമായി വരികയാണ്. ലിബാസു തഖ്വ അവർ പ്രത്യേകം പുരുഷനും സ്ത്രീയുമൊക്കെ ധരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു തരുന്നു. തഖ്വയുടെ വസ്ത്രം എന്നുവെച്ചാൽ മനസ്സിനുണ്ടാകേണ്ട ഒരു വസ്ത്രം. ഈ വസ്ത്രം ഈ മനുഷ്യൻ മാത്രം അണിയുന്നൊരു സംഗതിയാണ്. നഗ്നത മറക്കലും സൗന്ദര്യമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിന് പുറമെ വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നൊരു സംഗതി, മനുഷ്യൻ അള്ളാഹു ഈ വസ്ത്രം ഇറക്കി നൽകിയിരിക്കുന്നു, അനുഗ്രഹമായി നൽകിയിരിക്കുന്നു. ആ അനുഗ്രഹമായി വസ്ത്രം നൽകിയത് അവൻ്റെ കാലാവസ്ഥയിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കാനും അതുപോലെ അത്യുഷ്ണങ്ങളിൽ നിന്നും ഒക്കെ സംരക്ഷണം ലഭിക്കാനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വസ്ത്രധാരണത്തെപ്പറ്റി നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു, വസറാബീല തഖീക്കുമുൽ ഹർറ, ഉഷ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാവുന്ന ഉടുപ്പുകൾ നൽകിയിട്ടുണ്ട്. വസറാബീല തഖീക്കും ബഅ്സക്കും, നിങ്ങൾ അന്യോന്യം അക്രമങ്ങളൊക്കെ നടത്തുമ്പോൾ കവചമായി മാറാവുന്ന ഉടുപ്പുകളും നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഇതൊക്കെ വസ്ത്രമാണ്, തണുപ്പിലും ചൂടിലൊക്കെ നൽകാവുന്നത്. എന്നാൽ മൃഗങ്ങൾ അങ്ങനെയല്ല. അവരൊക്കെ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമായ പ്രകൃതിയും കാലാവസ്ഥയും അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ജനിച്ചു വരുന്നത് തന്നെയും. ശൈത്യമേഖലയിലും ധ്രുവപ്രദേശങ്ങളിലുമൊക്കെയുള്ള ജീവികൾ, കരടികളൊക്കെ രോമക്കുപ്പായം അണിഞ്ഞുകൊണ്ടുവരുന്നു. ഉഷ്ണമേഖലയിൽ അതിന് പറ്റിയ രൂപത്തിൽ അവർ ജനിക്കുന്നു. മനുഷ്യൻ ഈ 2 മേഖലയിലും അവനാവശ്യമായത് സജ്ജമാക്കി കൊണ്ടുവരുന്നു എന്നർത്ഥം. ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിന് കുറച്ച് വ്യത്യസ്തമായ കുറേ നിയമങ്ങളുണ്ട്. സാധാരണ ഒരു സ്ത്രീ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ സാമാന്യമായി മറച്ചിരിക്കണമെന്നാണ്. ഇതിനെ പരിഹസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്ത്രീയും പുരുഷനും തുല്യനല്ലേ, അങ്ങനെയല്ലേ, അവൾക്ക് സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും. ചാക്കിൽ കെട്ടിയതുപോലെയുണ്ട്, കറുത്ത മൂടുപടമണിഞ്ഞ് ആകെ ഭൂതത്തെ പോലെ തോന്നിപ്പിക്കുന്ന അവസ്ഥയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഈ പരിഹസിക്കുന്ന ആളുകൾ പാശ്ചാത്യർ, പൗരസ്ത്യരിലുമുണ്ട്, യുക്തിവാദം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അവർ നടന്നു പോകുന്ന വേഷം നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ വിമർശനത്തിലെ കൗതുകം നമ്മൾക്ക് തോന്നും. എന്താണ് ആ കൗതുകം? ഇപ്പോൾ ഈ ഒരു സായിപ്പും മാതാമയും, നമ്മളങ്ങനെയാണ് പറയുക, സായിപ്പും മാതാമയും നടന്നു പോകുന്നത് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. സായിപ്പ് പാൻസ്, കോട്ട്, ഹാറ്റ്, കഴുത്തിൽ ഹാറ്റ്, കോട്ട്, ഡാർക്ക് കറുത്ത കണ്ണട, പിന്നെ ടൈ, സോക്സ്, ഷൂ, അങ്ങനെ മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളും എയർ ടൈറ്റായി മറച്ചുകൊണ്ടാണ് പുരുഷനായ സായിപ്പ് നടക്കുക. കൂടെയുള്ള മദാമ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ആകെ വളരെ പ്രധാനപ്പെട്ട നഗ്നതയുടെ ചില ഭാഗങ്ങൾ ഹേതുവിന് മറച്ച് കയ്യിലൊരു വാനിറ്റിയും തൂക്കി അങ്ങനെ വലിയ ഹീലുള്ള ചെരുപ്പിലിങ്ങനെ കൊക്ക് നടക്കുന്നത് പോലെ കുനിഞ്ഞുമൊക്കെ നടക്കുന്ന ശരീരഭാഗങ്ങളൊക്കെ ആഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ പോകുന്ന രീതിയിൽ നടക്കുന്നത് കാണാറുണ്ട്. എന്നിട്ട് സമത്വം എന്നാണ് ഇതിന് പറയാറുള്ളത്. എന്താ ഈ സമത്വം? പെണ്ണിന് ഇങ്ങനെ ഒരു സമത്വവും ആണിന് ഇങ്ങനെ ഒരു സമത്വവും ഈ വേഷത്തിൽ? അതെന്താ 2 പേർക്കും സായിപ്പ് ധരിച്ച പോലെ ധരിച്ചൂടെ? അത് പറ്റില്ല. അവിടെയാണ് വളരെ സൂത്രശാലിയായ പുരുഷൻ
സ്ത്രീയെ സ്വതന്ത്രയാക്കുന്നു എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന തട്ടിപ്പ്. സ്ത്രീയെ ഇങ്ങനെ വേഷം ധരിപ്പിച്ച് തൻ്റെ കണ്ണിനും കരളിനുമൊക്കെ ആസ്വാദനം തോന്നുന്ന രൂപത്തിൽ ഇങ്ങനെ ആക്കി തീർക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് ഇത് കാണുന്നത്. ഇവരാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ഇസ്ലാം നേരെ തിരിച്ചാണ്. സ്ത്രീ അങ്ങനെ ആസ്വദിക്കപ്പെടേണ്ട പൊതു സ്വത്തല്ല, അവൾക്ക് സുരക്ഷിതത്വം ആവശ്യമുണ്ട് എന്ന് ഇസ്ലാം കാണുന്നു, പറയുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി, സ്ത്രീയോട് അവളുടെ മാറ് മറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫല്യദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ മതഭേദമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ മാറി വന്നൊരു സംസ്കാരമാണിത്. മുമ്പ് എല്ലാവരും പൊതുവെ മാറ് മറക്കുമായിരുന്നു. സ്ത്രീകൾ വസ്ത്രത്തിൻ്റെ മീതെ ഒരു തുണി കൊണ്ട് മാറ് മറക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എല്ലാ മതത്തിലും ഉണ്ടായിരുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് നിയമമാണ്. ഇപ്പോഴത് മാറി സ്ത്രീകൾ ആരും മാറ് മറക്കുന്നില്ല, തല മറക്കുന്നില്ല. ഖുർആൻ പറയുന്നത് അവരുടെ ശിരോവസ്ത്രം, തലയിലണിഞ്ഞ തട്ട മുഖമക്കന, അത് മാറുമറയുന്ന രൂപത്തിലേക്ക് താഴ്ത്തിയിടണമെന്നാണ്. ആ താഴ്ത്തിയിടൽ ഇന്നില്ലാതായി, തലമറക്കലില്ലാതായി. ആർക്കാണ് അതിൻ്റെ നേട്ടം കിട്ടുന്നത്? പുരുഷനാണ്. അവൻ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു ഭാഗമായിട്ട്, ഒരു വസ്തുവായിട്ട് സ്ത്രീ മാറുന്നു. അതിന് അവസരം കൊടുക്കരുത് എന്നാണ് ഈ പറയുന്നത്. അതിൻ്റെ ഫലം എന്താണ്? സ്ത്രീക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. അത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുന്ന ഒരു സംഗതിയാണ്. അതായത് രണ്ടാമത്, ആരുടെയൊക്കെ മുമ്പിൽ അവളുടെ ശരീരം അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാം അല്ലെങ്കിൽ പ്രകടമാക്കാം എന്നത് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറയുന്നൊരു കാര്യം, വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന, സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്ത്. അവർ നടക്കുമ്പോൾ കാലിൽ പാദസരം പോലെയുള്ള വസ്തുക്കളൊക്കെ അണിഞ്ഞ്, കിലുങ്ങുന്ന വസ്തുക്കൾ അണിഞ്ഞ് റോഡിലൂടെ സഞ്ചരിക്കരുത്, കാലുകൊണ്ട് ശബ്ദമുണ്ടാക്കി നടക്കരുത്. എന്തിനാണ് അവൾ അങ്ങനെ ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന, അവരുടെ ഒളിഞ്ഞു കിടക്കുന്ന സൗന്ദര്യം പോലും പ്രകടമാകാൻ വേണ്ടി. ഇത് ഖുർആൻ പറയുന്ന കാര്യമാണ്. ഈ രണ്ട് കാര്യവും വേഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമാണ്. ഈ രണ്ട് കാര്യവും സ്ത്രീകൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലം നാട്ടിലൊക്കെ അനുഭവിക്കുന്നുണ്ട്, മനുഷ്യരൊക്കെ അനുഭവിക്കുന്നു. അതിൻ്റെ പ്രയാസങ്ങളും കെടുതികളും സ്ത്രീകളെ മാത്രമാണ് ബാധിക്കുന്നത്, പുരുഷന്മാരെയല്ല. ഇത് ഒരു ഭാഗമാണ്. ഇതിനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ സ്ത്രീകൾ മൊത്തത്തിലുണ്ടാകുന്ന എല്ലാവർക്കും നല്ലതാണ്. നഗ്നതാ പ്രദർശനം ഒരു കലയല്ല. നഗ്നതാ പ്രദർശനം ഒരു വഷളൻ ഏർപ്പാടാണ്. ശരീരത്തിൻ്റെ നഗ്നത അന്യൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കുന്ന ഏർപ്പാട് അതിലേറെ വഷളത്തരമാണ്. പരസ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മുമ്പ് ആളുകൾ എതിർത്തിരുന്നു. ഇനി ഇത്തരം വേഷങ്ങളും ഭാവങ്ങളും കാണിച്ച് പല ഫംഗ്ഷനുകളിലും എത്തിച്ചേരുന്ന സ്ത്രീകളെ വളരെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുകയാണ് നമ്മളുടെ സമൂഹം. അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുകയാണ്, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുകയാണ്. എന്നല്ല, ഇരുണ്ട മുറികളിൽ, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ശീതീകരിച്ച അവസ്ഥയിൽ അവർക്ക് എഴുന്നള്ളിക്കപ്പെടുകയും അവരെയൊക്കെ വലിയ ആദരവോടു കൂടി കാണുകയും ചെയ്യുന്നു. എന്നും അല്ല, ഈ സൗന്ദര്യ മത്സരങ്ങൾ എന്ന പേരിൽ കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് മുഴുവനും കിരീടം നൽകി ആദരിക്കുകയും ചെയ്യുന്നൊരു ഏർപ്പാടായിട്ട് ഈ സൗന്ദര്യ പ്രദർശനം എന്ന കല മാറിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു മേഖലയാണ്. അതിൻ്റെ ദുരന്തങ്ങളിൽ ചിലതാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ പല അനുരണനങ്ങളും സംഭവിക്കാം. സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളിലേക്ക് തിരിച്ചു വരിക മാത്രമാണ് ഇതിന് പരിഹാരം. പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ.